എൻ്റെ പേര് ബാഹുലേനാണ്. ധനുശ്വരം സ്വദേശിയാണ്. ദേശീയ കായികതാരം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് വിജയിക്കുമെന്ന് ഒരു അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ഡലത്തിലുള്ള ഒരു അമ്മച്ചിയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. 1000 വോട്ടിന് വിജയിക്കും, 1500 വോട്ടിന് ഭൂരിപക്ഷം വളരെ കുറഞ്ഞ് വിജയിക്കുമെന്ന് പറഞ്ഞ അമ്മച്ചി 2-4 വട്ടം വോട്ടിന് മുമ്പ് ഇലക്ഷന് മുമ്പേ നമ്മളോട് പറഞ്ഞിരുന്നു കയ്യെ വിജയിക്കുള്ളൂ. ആ അമ്മച്ചിയെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണിക്കാം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അമ്മച്ചി വലിയ കുന്നിലാണ്, അതിൻ്റെ അടുത്താണ് വീടെന്ന് നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നതെന്ന് പറയാം. നമുക്ക് അമ്മച്ചിയോട് തന്നെ ചോദിക്കാം. അമ്മച്ചി പേരെന്തോന്നാണ്? കുറച്ച് പറയും. എന്റെ പേര് പങ്കജാക്ഷി. എവിടെയാണ് സ്ഥലം? വലിയകുന്ന്. അമ്മച്ചി നേരത്തെ പറഞ്ഞ് 1000-1500 വോട്ടിന് ജയിക്കുമെന്ന്. പറയും കാര്യങ്ങൾ പറയും. അപ്പോഴേ അടൂർ പ്രകാശ് ജയിക്കുമെന്നല്ലേ അമ്മച്ചി പറഞ്ഞു? തന്നെ എന്റെ മോനും അതില് തന്നെ, എന്റെ മോൻ വിജയകുമാറും അതിലാണ്. അമ്മച്ചിക്ക് എങ്ങനെ അറിയാം ഇത്രയും ഭൂരിപക്ഷത്ത് ജയിക്കുമെന്ന്? നേരത്തെ എങ്ങനെ കൊണ്ട് ഞാൻ പറഞ്ഞു. അമ്മച്ചി പറഞ്ഞ നേരത്തെ ഡയലോഗാണ് 1000-1500 വോട്ടിന് ജയിക്കുമെന്ന്. അതുപോലെ തന്നെ ജയിച്ചിരിക്കണെന്ന് തന്നെ പറയാം. പറയൂ അമ്മച്ചി. എങ്ങനെ നിങ്ങളെ കുടുംബമൊക്കെ കോൺഗ്രസ് ആണോ? ഞങ്ങളുടെ കുടുംബത്തോടെ കൈപ്പത്തിയാണ് തന്നെ. അപ്പോഴേ അടൂർ പ്രകാശ് ജയിച്ചതിന് എന്ത് വളരെ സന്തോഷമുണ്ടോ? എനിക്ക് സന്തോഷമാണ്. അമ്മച്ചി ഏറ്റവും സന്തോഷമാണ്. അടൂർ പ്രകാശിന് എന്താണ് പറയാനുള്ളത് അമ്മച്ചിക്ക്? അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതിൽ ഞാൻ സമ്മതിക്കാം. ഈ അടൂർ പ്രകാശ് ഈ വാർത്ത ഇപ്പോൾ കാണണം. ഈ അമ്മച്ചിയാണ് പറഞ്ഞത് 1500 വോട്ടിന് 1700 ഈ 2000 വോട്ടിന് അകത്ത് ജയിക്കുമെന്ന്. അതേപോലെ ജയിച്ചിരിക്കുന്നു. എനിക്ക് അമ്മച്ചി അറിഞ്ഞുകൂടെ. ഞാനിവിടെ ആറ്റിങ്ങലാണ് ജോലി ചെയ്യുന്നത്. അടൂർ പ്രകാശ് ഈ വാർത്ത കാണും. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. ഈ അമ്മച്ചിയാണ് പറഞ്ഞ അടൂർ പ്രകാശ് ജയിക്കുമെന്ന്. അപ്പോഴേ എൻ്റെ കൂടെ അന്ന് വിജയത്തിൻ്റെ അന്ന് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ അന്ന് എടുക്കാമെന്ന്. പക്ഷേ അന്ന് എനിക്ക് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഇന്നാണ് ഡ്യൂട്ടിക്ക് വന്നത് എന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ നൽകുന്നത്. അമ്മച്ചിയാണ് നമ്മളെ കൂടെ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അടൂർ പ്രകാശ് ജയിക്കുമെന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയാണ്. ബാക്കിയെല്ലാം നമ്മൾ കടകളിലെല്ലാം ചോദിച്ചപ്പം ജോയ് ജയിക്കുമെന്നാണ് പറഞ്ഞത്. ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ്. അടൂർ പ്രകാശ് ജയിക്കുമെന്ന് ആരും പറഞ്ഞില്ല. ഈ അമ്മച്ചി മാത്രമാണ് പറഞ്ഞത്. ബാഹുലെ നോക്കിക്കോ ഇത്രയും ഭൂരിപക്ഷത്ത് ജയിക്കുന്നു. അതേപോലെ അമ്മച്ചി പറഞ്ഞതുപോലെ ഭൂരിപക്ഷത്ത് ജയിച്ചു. അമ്മച്ചി കൈക്ക് വേണ്ടി 2 ജയ് വിളിക്കൂ. കൈപ്പത്തി അടയാളം അമ്മച്ചി കൈയെടുത്ത് കാണിക്കുന്നുണ്ട്. കൈപ്പത്തി അടയാളം വിജയിച്ചതിന് വളരെ നന്ദിയുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന വലിയ കുന്നിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അമ്മച്ചി അതാ വീണ്ടും കാണിക്കുന്നുണ്ട്. അടൂർ പ്രകാശ് ഇത് കണ്ട് അമ്മച്ചിയെ ഒന്ന് കാണണമെന്നാണ് എനിക്ക് പറയുന്നത്. ഈ അമ്മച്ചിയാണ് പറഞ്ഞത്. എനിക്ക് അമ്മച്ചിയെ വലുതായിട്ട് അറിഞ്ഞുകൂടാ. വലിയ കുന്ന് പ്രദേശത്ത് അമ്മച്ചിയുടെ സ്ഥലം എവിടെയാണ്? പുത്തംവീട്ടിലാണ്. അവിടെയാണ് സ്ഥലം. അമ്മച്ചി എന്താ ചിറ്റാറ്റിങ്കര മാടനടര മേലെ അവിടെയാണ് വീട്. അടൂർ പ്രകാശൻ അമ്മച്ചിക്ക് അറിയാമല്ലോ. കണ്ടു പരിചയമുണ്ട്, അത്രേ ഉള്ളു. എനിക്ക് മോന് പരിചയമുണ്ടല്ലോ. അവൻ പിന്നെ ഈ പാർട്ടിയാണ്, അതുകൊണ്ട് പരിചയമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് ഈ അമ്മച്ചിയെ കാണണമെന്നാണ് പറയണത്. ഏറ്റവും അമ്മച്ചി അത്ര വിഷമിച്ചാണ് പറയണത്. അടൂർ പ്രകാശ് അന്നേ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ലൈവാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ലൈവ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമ്മച്ചി പറഞ്ഞതുപോലെ വിജയിച്ചിരിക്കുന്നു. 1000-2000 ഇടയ്ക്ക് വിജയിക്കുമെന്നാണ്. ഏറ്റവും കുറഞ്ഞ സംഖ്യയിലാണ് വിജയിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേ.